അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഏറ്റവും ഹൈറാക്കപ്പെട്ടവർ നമ്മൾ ഓരോരുത്തരാണ്. കാരണം എന്താണെന്നല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അള്ളാഹു റസൂൽ ഏറ്റവും ഹൈറായവർ ആരാണ്? ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആയുസ് ദീർഘിപ്പിക്കുകയും ആ ദീർഘിപ്പിച്ച ആയുസ്സിൽ ഏറ്റവും ഹൈറായ രീതിയിൽ നല്ല അമലുകൾ ചെയ്തവരാണ് ഏറ്റവും നല്ല ഹൈറായ ആളുകൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മൾ എല്ലാവരും ഹൈറിൽപ്പെട്ടവരാണ്. കാരണം നമ്മൾ ആയുസ് ദീർഘിപ്പിച്ചു, റമദാനിൽ പ്രവേശിക്കാൻ അവസരം നൽകി, ആ നോമ്പെടുക്കാനുള്ള തൗഫീഖും റബ്ബ് നമുക്ക് നൽകുകയുണ്ടായി. കൂട്ടരെ, ഇനി നമ്മളിലേക്കുള്ളത് ഏറ്റവും നല്ല രീതിയിൽ അമലുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല രീതിയിലാവണം. അതിനുവേണ്ടി ഒരു പ്രാർത്ഥന കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്. അല്ലാഹുവേ, എന്നെ നീ സഹായിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ദിക്രിക്, നിന്നെ ദിക്ർ ചെയ്യാൻ നീ എന്നെ സഹായിക്കണം. വശുക്രിക്, നിന്നെ ശുക്ർ ചെയ്യാനും നീ എന്നെ സഹായിക്കണം. വഹുസ്നി ഇബാദതിക്, ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി എന്നല്ല, മറിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ എന്നുള്ളതാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഈ ഒരു റമദാനിന്റെ ദിനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.